അസ്സലാമു അലൈക്കും. സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്ക്, അതായത് കട്ട് കേക്ക് കറി, വെട്ട് കേക്ക് എന്ന് പറയും. അതിന് വേണ്ടത് 10 മുട്ട. 10 മുട്ടയ്ക്ക് 1 കിലോ മൈദ, ഒരു 1/2 കിലോ 600 ഗ്രാമിൻ്റെ അടുത്ത് വരെ പഞ്ചസാര, പിന്നെ 100 ഗ്രാം RKG. ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് വെച്ച്, ഇതെനിക്കൊരു 20 മുട്ടയുണ്ട്, എൻ്റെ ഒരു ഓർഡറാണ്. അപ്പോൾ ഞാൻ അത് ഒന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിച്ചെല്ലാം ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് ഒരു 2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് എള്ള്, ഇതെല്ലാം മിക്സ് ചെയ്ത്, അതായത് 10 മുട്ടയ്ക്ക് 1 കിലോ കണക്കാണ് മൈദ വേണ്ടത്. ഒറ്റ 1 കിലോ മൈദയാണ് 10 മുട്ടയ്ക്ക് വേണ്ടത്. 100 ഗ്രാം RKG, 10 മുട്ടയ്ക്ക് 100 ഗ്രാം RKG. ഇതെല്ലാം ഇതാക്കി ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇത് 20 മുട്ടയാണ്, അപ്പോൾ 2 കിലോ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കിലോ മൈദ ഇട്ട് നമ്മളിത് കുഴച്ചെടുക്കും. നന്നായി ശരിക്കും കുഴച്ച് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. നമ്മൾ RKG ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മുട്ടയും പഞ്ചസാരയും നല്ലോണം മിക്സായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് RKG 100 ഗ്രാം RKG ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ശരിക്ക് ഒന്ന് ഒറ്റൊരടി അടിച്ചിട്ട് ഇങ്ങനെ ഒരു 2 വട്ടം മിക്സി ഇങ്ങനെ കറക്കി എടുത്താൽ മതി. അപ്പോൾ ഓയിലെല്ലാം ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തും ഓയിലാക്കി കൊടുത്ത് അത് കഴിഞ്ഞ് ഇതേപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാവണം കുഴച്ച് കഴിയുമ്പോൾ. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വലിയ ചട്ടി വെച്ച് കൊടുത്ത്, കുറേ ഉണ്ടാക്കാനായിട്ട് വലിയൊരു ചട്ടി. അപ്പോൾ അതിലേക്ക് 2 ലിറ്റർ ഓയിലാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. ഇനി ഓരോരു ഇത്ര പോലെ വാരിയെടുക്കാം കേക്ക് ഉണ്ടാക്കാൻ. എന്നിട്ട് മേശയിൽ കുറച്ച് എണ്ണ ആയി കൊടുത്തിട്ട്, എണ്ണ നല്ലോണം നാക്കണ്ട, കേക്കിൽ നമ്മൾ ഒഴിച്ച് വെച്ച ഓയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കുറച്ച് കട്ടിയിൽ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി കൊടുക്കുക. കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോണ് പോലെ ഏത് ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഷേപ്പിൽ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നടുവിൽ ഇങ്ങനെ കത്തി കൊണ്ട് ഓരോരോ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇത് ഉള്ളിലേക്ക് വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെന്ത് കിട്ടണം, ഉള്ളിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എല്ലാം ആക്കിയെടുക്കണം, ഫുള്ളും ഇങ്ങനെ ആക്കിയെടുക്കണം. എണ്ണ ചൂടായി വന്ന് ഇനി കേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് തീമ എണ്ണയിലിട്ടിട്ട് ബാക്കിയുള്ളത് മുറിച്ച് വെക്കണം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവാതെ ആയിപ്പോവും. ചെറിയ തീയിൽ വെച്ച് സമാധാനത്തിൽ വേവിച്ചെടുക്കണം. നമുക്ക് തിരിച്ചിട്ടെടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ശരിക്ക് എല്ലാം ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. ഇപ്പോൾ കേക്കെല്ലാം വെന്ത് വന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ കേക്കും പൊരിച്ചെടുക്കണം. നമ്മളെ കേക്കെല്ലാം റെഡിയായി പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ ഇതേ കൂട്ടാണെങ്കിൽ ഇതേ സോഫ്റ്റിൽ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.